പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ജീവനുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ. യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്രേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വന്നു. അപ്പൊ നമുക്കൊരിക്കും ജീവൻ ഇല്ലേ? നമ്മിൽ ഉള്ള ആ മാനുഷിക ജീവനെക്കുറിച്ചല്ല, അതിനപ്പുറമായ മറ്റൊരു ജീവനെക്കുറിച്ചാണ് യേശുക്രിസ്തു ഈ കാര്യം പറയുന്നത്. ബൈബിൾ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. അവിടെ ജീവൻ എന്ന പദം രണ്ട് പദം ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രീക്കിൽ. സോയെ എന്നൊരു ഗ്രീക്ക് പദം, അതിന് ദൈവിക ജീവൻ, നിത്യജീവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. സൂക്കെ എന്ന മറ്റൊരു പദവും ജീവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് മാനുഷിക ജീവൻ, ശ്വാസം എന്ന അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവീക ജീവനെ സോയെ എന്നും നമ്മുടെ ദേഹിയിൽ വസിക്കുന്ന മാനുഷിക ജീവനെ സൂക്കെ എന്നും പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ദൈവീക ജീവൻ അഥവാ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും വന്നത്. ഇത് ജീവിച്ചിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. അപ്പോൾ അവരിൽ ഉള്ള ജീവനല്ല, മറ്റൊരു ജീവനെ കുറിച്ചാണ് യേശുക്രിസ്തു ഈ കാര്യം പറഞ്ഞത്. അപ്പൊ എന്താണ് അത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. അത് എല്ലാവരിലും ഉള്ള ജീവനെ കുറിച്ചല്ല, ഒരു വ്യത്യസ്തമായ മറ്റൊരു ജീവനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. വീണ്ടും യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 53-54 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ 6-53-54. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ യേശു എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്ന് വെച്ചാൽ യേശു പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ യേശു ഈ പറയുന്ന ഈ ജീവനെ കുറിച്ച് പറയുന്ന മറ്റൊരു പേരാണ് നിത്യജീവൻ. അപ്പോൾ മാനുഷികമായ നമുക്കുള്ള ജീവനെ കുറിച്ചല്ല പറയുന്നത്, അത് മറ്റൊരു ജീവനെ കുറിച്ചാണ് പറയുന്നത്. ആ ജീവന് വിളിക്കുന്ന മറ്റൊരു പേരാണ് നിത്യജീവൻ. യേശുക്രിസ്തു എന്തിനാ വന്നത്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. അഥവാ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ നിത്യജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്ന് യേശു പറയുകയാണ്. അത് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മാംസം തിന്നണമെന്നോ യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കണമെന്നോ അല്ല യേശു ഉദ്ദേശിച്ചത്. യേശു ഉദ്ദേശിച്ചത് എന്റെ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിലാകണം എന്നാണ്. അതാണ് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും. തന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ഉണ്ടാകും. അത് എന്നെ തിന്നുക, എന്റെ മാംസം തിന്നുക, എന്റെ രക്തം കുടിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന അർത്ഥത്തിലാണ് യേശു അത് പറഞ്ഞത്. അതേ കാര്യം തന്നെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിലും നമുക്ക് അങ്ങനെ കാണാം. എന്താണ് അവിടെ പറയുന്നത്? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഇത് യേശുക്രിസ്തു ഒരു ഇടയനും തന്നെ അനുഗമിക്കുന്നവർ ആടുകളുമായി സദൃശ്യപ്പെടുത്തി പറയുകയാണ്. ഇതിന്റെ 27-ാം വാക്യം നോക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ അവയെ അറിയുകയും എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യേശുക്രിസ്തു പറയുകയാണ്, എന്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. യേശുക്രിസ്തു എന്തിനു വന്നു? നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു നൽകുന്ന ജീവന്റെ പേരാണ് നിത്യജീവൻ. ഒരു നാളും നശിച്ചു പോകാത്ത ജീവൻ നമുക്ക് നൽകുന്നു. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും നശിച്ചു പോകുകയില്ല, അവർ നിത്യജീവൻ പ്രാപിക്കും. അവർക്ക് നിത്യജീവൻ ലഭ്യമാണ്. സുവിശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോവുകയില്ല, അവർക്ക് നിത്യജീവൻ വാഗ്ദത്തം ചെയ്യുന്നു. ഓക്കെ, അപ്പോ
യോഹന്നാൻ 10:28 യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. തന്നെ അനുഗമിക്കുന്ന, തന്നെ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു നിത്യജീവൻ നൽകുന്നു എന്ന് പറയുന്നു. വീണ്ടും ഇത് സംബന്ധിച്ച് കൂടുതലായി നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ ബൈബിളിലെ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം, പിന്നെ തുടർന്ന് 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. അപ്പോൾ യോഹന്നാൻ സുവിശേഷം അടക്കം 4 പുസ്തകങ്ങളായി. കൂടാതെ വെളിപ്പാട് പുസ്തകം എന്ന പുസ്തകവും പ്രവചന പുസ്തകവും യോഹന്നാൻ അപ്പോസ്തലനാൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 5 പുസ്തകങ്ങൾ, 3 ലേഖനങ്ങൾ, 4-മത് ഒരു സുവിശേഷം, കൂടാതെ 5-മത് ഒരു പ്രവചന ഗ്രന്ഥം, അങ്ങനെ 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ, അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. തുടക്കം മുതൽ നോക്കാം. എന്താണ് അവിടെ പറയുന്നത്? ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ ജീവൻ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. എന്താണ് വിശുദ്ധ യോഹന്നാൻ ഇവിടെ പറയുന്നത്? ജീവൻ പ്രത്യക്ഷമായി, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിനെ തൊട്ടു, ഞങ്ങളതിനെ അത് കേട്ടു, ഞങ്ങളുടെ കൈ തൊട്ടു. എന്താണ് പ്രത്യക്ഷമായ ജീവൻ? അപ്പൊ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വസ്തുവല്ല, അദൃശ്യമായതാണ്. എന്നാൽ അത് പ്രത്യക്ഷമായി കാണാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറയുകയാണ്. അതാണ് യേശുക്രിസ്തു. ജീവൻ പ്രത്യക്ഷമായതാണ് യേശുക്രിസ്തു. ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ദൈവത്തിന്റെ ജീവനെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച് പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പോൾ യേശുക്രിസ്തു ആകുന്ന ജീവൻ അത് അദൃശ്യമായത് പ്രത്യക്ഷമായി വന്നു. അതാണ് ക്രിസ്തു ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ പ്രത്യക്ഷമായി, അഥവാ ജീവനാകുന്ന യേശുക്രിസ്തു ഒരു മനുഷ്യ രൂപത്തിൽ ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. ആ വ്യക്തിയെ ഞങ്ങൾ കണ്ടു, തൊട്ടു, കേട്ടു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. തുടർന്ന് വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് അല്പം കൂടി പഠിക്കാൻ ശ്രമിക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം നമുക്ക് നോക്കാം. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് യേശു യഹൂദന്മാരോട് പറയുന്നു. ഈ ജീവനുള്ളവരോടാണ് യേശു സംസാരിക്കുന്നത്. തന്റെ പ്രസംഗം കേൾക്കുവാൻ, ഉപദേശം കേൾക്കുവാൻ തന്റെ അടുക്കൽ വന്ന മനുഷ്യരോട് പറയുകയാണ്, ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോ യേശുക്രിസ്തുവാണ് ജീവൻ. യേശുക്രിസ്തു തന്നെ അനുഗമിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ആ ജീവനാണ് നാം പ്രാപിക്കേണ്ടത്. ആ ജീവൻ നമുക്ക് ആവശ്യമാണ്. വീണ്ടും അതിന്റെ വിശദാംശങ്ങൾ അല്പം കൂടി നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് പോകാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. എന്താണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്? എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. അപ്പോൾ യേശു ക്രിസ്തുവിൽ നിത്യജീവനുണ്ട്. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു, യേശുവില്ലാത്തവർക്ക് ജീവൻ ലഭിക്കുന്നില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ഒന്നുകൂടി നോക്കിക്കേ. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അപ്പോൾ യേശു ക്രിസ്തു ഉള്ളിൽ ഇല്ലാത്ത ആർക്കും നിത്യജീവനില്ല എന്നാണ് വചനം പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട്, അല്ലാത്തവർക്ക് നിത്യജീവൻ ഇല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. നിത്യജീവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തോടുകൂടുള്ള നിരന്തരമായി വസിക്കുന്ന, ദൈവത്തോടുള്ള നിത്യമായ കൂട്ടായ്മയാണ് നിത്യജീവൻ. ജീവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണം എന്നാൽ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും, നിത്യജീവൻ എന്നാൽ ദൈവത്തോടുള്ള നിത്യമായ കൂട്ടായ്മയുമാണ്. അപ്പോൾ യേശുക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായി നിത്യമായ കൂട്ടായ്മയുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മകൻ, മകൾ ആയിത്തീരും എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുക? എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? യേശുക്രിസ്തു തന്നെയാണ് ജീവൻ എന്ന് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ജീവൻ പ്രത്യക്ഷമായതാണ് യേശു ശരീരത്തിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലായി. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, യേശുവിന്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ ആകുമ്പോൾ, നാം വിശ്വസിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ നിത്യജീവൻ നമുക്ക് ലഭ്യമാകുന്നു.
ഇത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 4 അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 4 അധ്യായം 10-11 വാക്യങ്ങൾ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അപ്പോൾ യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണം, നമ്മിൽ വരണം. അതാണ് പൗലോസും പറയുന്നത്, അപ്പോസ്തലനായ പൗലോസും പറയുന്നത്. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞാൻ മരണത്തെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്, യേശുവിന്റെ മരണത്തെക്കുറിച്ചല്ല, യേശുവിന്റെ ജീവനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പൊ യേശുവിന്റെ ജീവൻ, അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ ക്രിസ്തുവിലുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കും നിത്യജീവനുള്ളവരായി തീരുന്നു. നാം ദൈവത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മയിലേക്കും സ്നേഹബന്ധത്തിലേക്കും ഉടമ്പടിയിലേക്കും വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റും? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇവിടെ ഒരു ജനനത്തെ കുറിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? അവനെ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അവർ, അങ്ങനെ വിശ്വസിക്കുന്നവർ, രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. ഒരു ജനനത്തെ കുറിച്ച് ബൈബിൾ ഇവിടെ പറയുകയാണ്. യേശുക്രിസ്തുവിനെ ആര് കൈക്കൊള്ളുന്നുവോ അവരെ ദൈവം തന്റെ മക്കളായി കൈക്കൊള്ളുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. യേശുക്രിസ്തുവിനെ ആര് സ്വീകരിക്കുന്നു, ദൈവം അവരെ തന്റെ മക്കളായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഒരു ജനനം നടക്കുന്നതിനെ കുറിച്ചും ബൈബിൾ പറയുന്നു. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? എന്താണ് പറയുന്നത്? യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവരുടെ ഉള്ളിൽ ഒരു ജനനം നടക്കുന്നു. അതിനാണ് വീണ്ടും ജനനം അഥവാ പുതുജനനം അല്ലെങ്കിൽ ബോൺ അഗെയിൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, ബൈബിൾ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരുമ്പോൾ, ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ജനനം നടക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണത്? ഇവിടെ പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്നൊരു ജനനം, ഒരു ആത്മീക ജനനം ആ മനുഷ്യന്റെ ഉള്ളിൽ സംഭവിക്കുന്നു. ഏത് മനുഷ്യന്റെ? യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു മനുഷ്യന്റെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ ഒരാൾ സ്വീകരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പുതുജനനം നടക്കുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതുജനനം നടന്നിട്ടുണ്ടോ? ആത്മാവിനാൽ ജനിക്കുന്നവൻ ആത്മാവാകുന്നു, ജഡത്താൽ ജനിക്കുന്നവൻ ജഡമാകുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ വീണ്ടും എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ജഡത്തിൽ, പുരുഷന്റെ ഇഷ്ടത്താൽ മനുഷ്യനിൽ നിന്ന് ജനിച്ചു. മനുഷ്യനിൽ നിന്ന് ജനിച്ചവൻ വീണ്ടും ഒരു ജനനം കൂടെ സംഭവിക്കണം. അവന് ദൈവത്തിൽ നിന്ന് ജനിക്കണം. അപ്പോഴാണ് അവൻ ദൈവ പൈതലായിത്തീരുകയും ദൈവത്തോട് നിരന്തര ബന്ധം ഉണ്ടാവുകയും ദൈവത്തിലുള്ള എല്ലാ അവകാശങ്ങൾക്കും അവനും അവകാശിയായിത്തീരുകയും എല്ലാ അനുഗ്രഹങ്ങൾക്കും അവനും അവകാശിയായിത്തീരുകയും ചെയ്യുന്നത്. മക്കൾ എന്ന നിലയിലുള്ള എല്ലാ അവകാശത്തിനും, സ്വർഗം മക്കളുടെ അവകാശമാണ്. ദൈവത്തോടുള്ള നിരന്തര കൂട്ടായ്മ മക്കളുടെ അവകാശമാണ്. യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്നാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ പല ഉദ്ദേശങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നത് എന്നുള്ളത്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. മർക്കോസ് സുവിശേഷം 2:17, 1 തിമോത്തിയോസ് 1:15, 1 യോഹന്നാൻ 3:5, ലൂക്കോസ് 9:56 ഇങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം പറയുന്നത് യേശുക്രിസ്തു വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. 2, യേശുക്രിസ്തു വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിക്കാനാണ്. ലൂക്കോസ് 19:10. 3, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. യോഹന്നാൻ 3:17, 12:47. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്റെ ജീവനെ മറുവിലിയായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മർക്കോസ് 10:45. 5-ാമത്തെ കാര്യം, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 10:28, 3:36. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യം പ്രസംഗിക്കുവാനാണ്. മർക്കോസ് 1:38, ലൂക്കോസ് 4:43. 7, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നാം അവനാൽ ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. 1 യോഹന്നാൻ 4:9. 8, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. എബ്രായർ
7. 9 യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ന്യായപ്രമാണം നിവർത്തിക്കുവാനാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. 10 യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷി നിൽക്കുവാനാണ്. യോഹന്നാൻ 18:37. 11 യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. 1 യോഹന്നാൻ 3:8. 12 യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിൽ തീയിടുവാനാണ്. അതിന്റെ അർത്ഥം വ്യത്യസ്തമാണ്. ലൂക്കോസ് സുവിശേഷം 12:49. 13 യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ന്യായവിധിക്കായി. യോഹന്നാൻ 9:39. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് വാൾ വരുത്തുവാൻ. മത്തായി സുവിശേഷം 10:34. ഭൂമിയിൽ ഛിദ്രമുണ്ടാക്കുവാൻ. ലൂക്കോസ് 12:51. ഇതെല്ലാം അല്പം വ്യത്യസ്തമായ വിശദീകരണം ആവശ്യമുള്ള വാക്കുകളാണ്. 16-ാമത്തെ കാര്യം, നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ യേശുക്രിസ്തു വന്നു. യോഹന്നാൻ 10:10. 17-ാമത്തെ കാര്യം, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. എബ്രായർ 2:16. യേശുക്രിസ്തു വന്നതിന്റെ പല ഉദ്ദേശങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് പാപികളെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു വന്നു. അതിനോട് ചേർന്ന രീതിയിൽ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ജീവൻ എന്ന പ്രയോഗം വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം കാണാം. യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്ക് ഈ പ്രയോഗങ്ങൾ ധാരാളം കാണാം. ജീവന്റെ ജലം, ജീവശ്വാസം, ജീവന്റെ അപ്പം, ജീവന്റെ വെളിച്ചം, ജീവന്റെ വചനം, ജീവന്റെ പുതുക്കം, ജീവന്റെ പുസ്തകം, ജീവവൃക്ഷം, ജീവന്റെ കൃപ, ജീവനുള്ള പ്രത്യാശ, ജീവജലനദി, ജീവകിരീടം, ജീവജലത്തിന്റെ ഉറവ, ജീവനുള്ള പുതുവഴി, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവനുള്ള കല്ലുകൾ, ജീവനുള്ള ദേഹി, നിത്യജീവൻ, ജീവപ്രാപ്തി, ജീവനീരുറവ, ഇങ്ങനെയൊക്കെയുള്ള ജീവൻ എന്നുമായി ബന്ധപ്പെട്ട അനേക പദപ്രയോഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ഇന്ന് നാം ഒരു കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്, നിത്യജീവനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായത്? ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവനിൽ ഒരു വീണ്ടും ജനനം നടക്കുന്നു. അങ്ങനെ അവൻ ദൈവത്തിന്റെ മകനായി, പൈതലായി തീരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മിൽ വീണ്ടും ജനനം സംഭവിക്കുന്നതും നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മാനസാന്തരം എന്നുള്ളത് വേദപുസ്തകത്തിൽ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നാം സ്വയ കേന്ദ്രീകൃത ജീവിതം ഉപേക്ഷിച്ച് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരേണ്ടതുണ്ട്. അതിനാണ് മാനസാന്തരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം നമ്മുടെ പാപ വഴികളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ വഴിയിലേക്ക് തിരിയണം. അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കണം, അനുതപിക്കണം, ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപ വഴികളെ വിട്ട് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് തിരിയുകയും യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ ഒരു ജനനം നടക്കുന്നു. അതിനാണ് പുതുജനനം, വീണ്ടും ജനനം, ബോൺ അഗെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അങ്ങനെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടി നമുക്ക് ചിന്തിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് നോക്കാം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. യേശുക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു എന്ന് അവിടെ പറയുന്നു. ഒരു മനുഷ്യനെ ചിന്തിക്കുക, തലയും ശരീരവും അവയവങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഒരു പുതിയ മനുഷ്യൻ, ആ മനുഷ്യന്റെ തല ക്രിസ്തുവും ശരീരം സഭയുമാണ് എന്നാണ്, ആ നിലയിലാണ് അതിനെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അപ്പോ അതിനെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് സഭയുടെ തല ക്രിസ്തു, ശരീരം സഭയും, അവയവങ്ങൾ വിശ്വാസികൾ അല്ലെങ്കിൽ മെമ്പേഴ്സ് അതിന്റെ അവയവങ്ങളുമാണ്. രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തിനാണ് സഭ എന്ന് വിളിക്കുന്നത്, അഥവാ വീണ്ടും ജനിച്ചവരുടെ കൂട്ടം, അതാണ് സഭ. അവരുടെ തല ക്രിസ്തു. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യന്റെ തലയിലും ശരീരത്തിലും കൂടെ പ്രവഹിക്കുന്ന ഒരു ജീവനാണ്, ഒഴുകുന്നത് ഒരു ജീവനാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിലും വീണ്ടും ജനിച്ചവരുടെ ഉള്ളിലും ഉള്ളത് ഒരേ ജീവനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. ക്രിസ്തുവിലുള്ള അതേ ജീവനാണ് വിശ്വാസികളിലും ഉള്ളത്. ക്രിസ്തുവിന്റെ ജീവൻ, അതാണ് യേശുവിന്റെ ജീവൻ എന്ന് നമ്മൾ 2 കൊരിന്ത്യരിൽ വായിക്കുന്നുണ്ട്. യേശുവിന്റെ ജീവൻ രക്ഷിക്കപ്പെടുന്നവരിലേക്ക് ദൈവം പകരുകയാണ്. അതാണ് തലയിലും ശരീരത്തിലും ഒരേ ജീവനാണ് വ്യാപരിക്കുന്നത്. ആദം ഹവ്വയെ കുറിച്ച് ചിന്തിക്കും. ആദമിനെ ദൈവം സൃഷ്ടിച്ചു. ആദമിന്റെ മുമ്പിൽ കൂടി സകല ജീവജാലങ്ങളെയും ദൈവം വരുത്തി. ആദം അവയ്ക്കൊക്കെ പേരിട്ടു. ആദം ഇട്ട പേര് അവയ്ക്ക് പേരായി. പക്ഷെ അവയിൽ നിന്നൊരു തുണയെ ആദമിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം ആദമിന് ഒരു ഗാഢനിദ്ര വരുത്തി. ആദമിന്റെ വാരിയിൽ ഒന്നെടുത്തു, അതിനൊരു സ്ത്രീയാക്കി ആദമിന്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ ആദം പറയുകയാണ്, ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. അപ്പോൾ ആദമിന്റെ തന്നെ ജീവനുള്ള ഒരു സൃഷ്ടിയെയാണ് ആദം തന്റെ തുണയായി എടുത്തത്. യേശുക്രിസ്തുവും സഭയും തമ്മിൽ
മണവാളൻ മണവാട്ടി എന്ന സദൃശ്യവും നമുക്ക് കാണാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തന്നെ ജീവനുള്ള ഒരു മണവാട്ടിയെയാണ് യേശുക്രിസ്തു സ്വീകരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: ഒരു മനുഷ്യൻ വീണ്ടും ജനനത്തിലൂടെ ദൈവത്തിന്റെ ജീവന്റെ പങ്കുകാരനായി തീരുക, അവന് നിത്യജീവൻ അവകാശിയായി തീരുക. അങ്ങനെ യേശുക്രിസ്തുവുമായി ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വരുവാൻ സാധിക്കും. നിത്യജീവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവവുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മയാണ്. ഒരിക്കലും നശിച്ചു പോകാത്ത ബന്ധം, ഒരിക്കലും നശിച്ചു പോകാത്ത ജീവൻ, അതാണ് നിത്യജീവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ഉപദേശം ശ്രദ്ധിച്ച് വിശ്വസിച്ച് അവന്റെ ജീവനെ പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ദൈവപൈതലായിത്തീരുന്നത്. അഥവാ മറ്റു രീതിയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ഉപദേശം വിശ്വസിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് തൻ്റെ ജീവന്റെ പങ്കുകാരാകുവാൻ സാധിക്കുന്നു. അതിനാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ പദ്ധതി എന്താണ്, മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ തന്റെ പുത്രനും അനേകം സഹോദരന്മാരും, തന്റെ പുത്രന്റെ തന്നെ ജീവനുള്ള അനേകം സഹോദരന്മാർ, അനേകം മക്കൾ സ്വർഗത്തിൽ കാണപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം കൂടി നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇവിടെയും അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക എന്നൊരു പ്രയോഗം നമുക്ക് കാണാം. സ്വർഗത്തിൽ അനേകം പുത്രന്മാർ, യേശുക്രിസ്തുവിന്റെ അഥവാ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജീവനുള്ള തേജസ്സിലേക്ക് നടത്തപ്പെട്ട, ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട അനേകം മക്കൾ സ്വർഗത്തിൽ കാണപ്പെടണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടി ദൈവം സൗജന്യമായി രക്ഷ ഒരുക്കിയിരിക്കുന്നു. അതിനുവേണ്ടി ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, തന്റെ ജീവൻ മറുവിലയായി നൽകി. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും തന്റെ ജീവന്റെ പങ്ക് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം മനസ്സിലാക്കിയത്? ദൈവം എല്ലാ മനുഷ്യർക്കും സൗജന്യമായി രക്ഷ ഒരുക്കിയിരിക്കുന്നു. എല്ലാവർക്കും ദൈവമക്കളാകുവാനുള്ള സാധ്യത ഒരുക്കിയിരിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിലുള്ള സകല അവകാശങ്ങളും പ്രാപിക്കുവാൻ സൗജന്യമായി ദൈവം ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അതാണ് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ. അപ്പോൾ ദൈവം സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു. അത് വിശ്വാസത്താൽ ലഭ്യമാണ്, പ്രവൃത്തിയാലല്ല. അത് സൗജന്യമാണെങ്കിലും യേശുക്രിസ്തുവാണ് അതിന്റെ വിലയെല്ലാം കൊടുത്തത്. തന്റെ ജീവൻ തന്നെ നമുക്കായി നൽകിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സൗജന്യമായി ലഭ്യമാക്കിയിരിക്കുന്നു. വിശ്വാസത്താൽ അതാണ് ലഭ്യമായത്, പ്രവൃത്തിയാൽ അല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ വിശ്വസിക്കുക. എനിക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. എന്റെ പാപങ്ങൾ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശുക്രിസ്തു ഒരു യാഗമായി തീർന്നു എന്ന് വിശ്വസിക്കുക. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ എന്റെ പാപങ്ങൾ തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ, നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ നാം നിത്യജീവനുള്ളവരായിത്തീരും, ദൈവ മക്കളായിത്തീരും. അപ്പോൾ രക്ഷ സൗജന്യമാണ്, രക്ഷ വിശ്വാസത്താലാണ്, രക്ഷ കൃപയാലാണ്. നമ്മുടെ യാതൊരു യോഗ്യതയും നോക്കിയിട്ടല്ല ദൈവം നമ്മളെ രക്ഷിക്കുന്നത്. അത് ദൈവത്തിന്റെ കൃപയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും, അവന്റെ വചനങ്ങൾ വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും വിനയം കാണിക്കുന്ന ഏവർക്കും രക്ഷ സൗജന്യമാണ്. കർത്താവായ യേശുവിനെ സ്വീകരിക്കുക. നിങ്ങൾ ജീവൻ പ്രാപിച്ചു. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ. അപ്പോൾ യേശുക്രിസ്തു സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വന്നിട്ട് ആ സമൃദ്ധിയായ ജീവൻ നിങ്ങൾക്ക് ലഭിച്ചോ? എനിക്ക് ലഭിച്ചു. ആ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ യേശു എൻ്റെ ഉള്ളിൽ വരികയും എനിക്ക് നിത്യജീവൻ ലഭിക്കുകയും ഞാനൊരു ദൈവ പൈതലായി മാറുകയും ചെയ്തു. ഇത് നിങ്ങൾക്കും സൗജന്യമായി പ്രാപിക്കാം. ഈ സമാധാനവും ഈ നിത്യസന്തോഷവും യേശുക്രിസ്തു സൗജന്യമായി ആഹ്വാനം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് നമ്മളെ, വരിക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് സൗജന്യമായി ദൈവം ലഭ്യമാക്കുന്ന രക്ഷ കരസ്ഥമാക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.